എഫെസ്യർ അധ്യായം 6. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമാകുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനത്തോടുകൂടിയ ആദ്യ കൽപ്പനയാണ്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. കർത്താവിന്റെ ശിക്ഷണത്തിലും സതുപദേശത്തിലും അവരെ വളർത്തുവിൻ. ദാസന്മാരെ, ലോകത്തിൽ നിങ്ങൾക്കുള്ള യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ബഹുമാനത്തോടും ഭയത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവ ചെയ്യുന്നവരായിട്ടല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ഹൃദയപൂർവ്വം ദൈവഹിതം അനുഷ്ഠിക്കുവിൻ. മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ സ്വമനസ്സോടെ സേവ ചെയ്യുവിൻ. അടിമയോ സ്വതന്ത്രനോ ഏതൊരുവനും താൻ ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് യോഗ്യമായ പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യജമാനന്മാരെ, നിങ്ങളുടെ അടിമകളോട് നിങ്ങളും അങ്ങനെ തന്നെ വർത്തിക്കണം. അവരെ ഭീഷണിപ്പെടുത്തരുത്. അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖപക്ഷമില്ലെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ മഹാബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാര ലോകത്തിന്റെ ഭരണകർത്താക്കളോടും അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മശക്തികളോടുമത്രേ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും നിറവേറ്റിയതിനു ശേഷം ഉറച്ചു നിൽപ്പാനും സാധിക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ എല്ലാ തീയമ്പുകളെയും കെടുത്തുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽക്കുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു സമയവും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം ധൈര്യത്തോടെ അറിയിപ്പാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും അത് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ എന്റെ വസ്തുത അറിയേണ്ടതിനും ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിനും പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് വന്ന് എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കും. ഞങ്ങളുടെ അവസ്ഥ നിങ്ങളോട് അറിയിക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ അങ്ങോട്ട് അയക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടെയുള്ള സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ.